ഈ വർഷത്തെ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പിൽ കൗതുകം പകർന്ന് 3 അധ്യാപകർ. മലപ്പുറത്തെ 3 തലമുറയിൽപ്പെട്ട അധ്യാപകരും ശിഷ്യരുമാണ് ഒരുമിച്ചിരുന്ന് മൂല്യനിർണ്ണയ ക്യാമ്പിൽ ജോലിയെടുക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂല്യനിർണ്ണയ ക്യാമ്പിലാണ്. 3 തലമുറകളുടെ സംഗമവേദി കൂടിയാണ് ഈ മൂല്യനിർണ്ണയ ക്യാമ്പ്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇത് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ TV രഘുനാഥൻ. ഇത് അദ്ദേഹത്തിന്റെ ശിഷ്യനും താനൂർ SMM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ K കിഷോർ. ഇത് കിഷോറിന്റെ ശിഷ്യ ശില്പ. തിരൂർ കൂട്ടായി MMM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. 3 തലമുറകളിൽപ്പെട്ട അധ്യാപകരും ശിഷ്യരുമാണിവർ. ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പിൽ യാദൃശ്ചികമായി കണ്ടുമുട്ടുകയായിരുന്നു. രഘുനാഥൻ തിരൂർ കോഓപ്പറേറ്റീവ് കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോഴാണ് കിഷോർ അദ്ദേഹത്തിന്റെ ശിഷ്യനായി അവിടെയുണ്ടായിരുന്നത്. പിന്നീട് കിഷോർ അധ്യാപകനായി തിരൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയപ്പോൾ ശില്പ വിദ്യാർത്ഥിയായി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 പേരും ഹയർ സെക്കൻഡറി അധ്യാപകരായി ഒരേ മൂല്യനിർണ്ണയ ക്യാമ്പിൽ. നല്ല സന്തോഷം ഉണ്ടാവുന്ന ഒരു ഇതല്ലേ, നമുക്ക് അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാണുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ സന്തോഷമുള്ള ഒരു ഇതിലാണ് നമ്മൾ യാദൃശ്ചികമായിട്ട് ഇത് അറിയുന്നത്. അപ്പോൾ ഇന്നലെ കിഷോർ വന്നിട്ട് എന്നോട് പറയുകയാണ്, അങ്ങനെ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി കൂടി ഇവിടെ ഉണ്ട് അധ്യാപികയായിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ച് വരുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമാണല്ലോ. വളരെ സന്തോഷം. ഒരു പക്ഷേ വളരെ ഭാഗ്യം ലഭിച്ച ഒരു അധ്യാപകനാണ് ഞാൻ. കാരണം വാല്യുവേഷൻ ക്യാമ്പിൽ എൻ്റെ അധ്യാപകൻ്റെ കൂടെ വാല്യുവേഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചു. മാത്രമല്ല ഞാൻ പഠിപ്പിച്ച ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു ശില്പ. ഇപ്പോൾ കൂട്ടായി സ്കൂളിലെ അധ്യാപികയാണ്. അവരും കൂടി ക്യാമ്പിലേക്ക് എത്തിയോടുകൂടി ഒരു 3 ജനറേഷൻ്റെ ഒരു സംഗമം എന്ന രീതിയിലേക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ 2ാമത്തെ വാല്യുവേഷനാണിത്. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ വട്ടത്തെ ക്യാമ്പിൽ തന്നെ എന്നെ പഠിപ്പിച്ചൊരു സാറിൻ്റെ ഒപ്പം തന്നെ ഇരുന്നിട്ട് എനിക്ക് വാല്യുവേഷൻ ചെയ്യാനൊരു പ്രത്യേക തരത്തിലുള്ളൊരു അനുഭൂതിയാണത്. TV രഘുനാഥ് അടുത്ത മാസം 31-ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ശിഷ്യനോടും ശിഷ്യന്റെ ശിഷ്യയോടുമൊപ്പം ഒരുമിച്ചിരുന്ന് ജോലിയെടുക്കാൻ കഴിഞ്ഞത് അപൂർവ ഭാഗ്യമാണെന്ന് രഘുനാഥ് സാക്ഷ്യപ്പെടുത്തുന്നു. 3 തലമുറകളിൽപ്പെട്ട ഈ അധ്യാപകരെ മൂല്യനിർണ്ണയ ക്യാമ്പിലെത്തിയ മറ്റധ്യാപകരും കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. 3 തലമുറകളിൽപ്പെട്ടവർ ഒരുമിച്ച് ജോലിയെടുക്കുന്നത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദവും അഭിമാനവും പകരുന്നതാണ്. ഈ അഭിമാന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മലപ്പുറത്ത് നിന്നും PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.